ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉള്ള 3 ഗോൾ കീപ്പർമാർക്ക് പുറമെ മറ്റൊരു ഗോൾ കീപ്പർ കൂടിയുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഫ്ലമംഗോയുടെ യുവ ഗോൾ കീപ്പറായ ലിയോ നന്നേറ്റിയാണ് ബ്രസീലിന്റെ ടീമിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നത്. കേവലം 18 വയസ്സ് മാത്രമുള്ള ഒരു ഗോൾ കീപ്പറാണ് ലിയോ നന്നേറ്റി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് എൻട്രിക്കിന്റെ ഷോട്ട് തടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. എൻട്രിക്കിന്റെ ഷോട്ട് അത് പവർഫുൾ ഷോട്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ട്രെയിനിങ് അവസാനിപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം ചികിത്സ തേടി. അതിനുശേഷം അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇക്കാര്യം ഡാനിലോ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻട്രിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് ഡാനിലോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ല കരുത്തുറ്റ കാലുകൾ ഉള്ള ഒരു താരമാണ് എൻട്രിക്ക്. നല്ല സ്റ്റാർ ക്വാളിറ്റിയുള്ള തീരുമാനമെടുക്കാൻ നല്ല കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം. ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ എല്ലാവരെയും തൻ്റെ മികവ് കൊണ്ട് അത്ഭുതപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് കൊണ്ട് ഗോൾ കീപ്പറായ ലിയോ നന്നേറ്റിക്ക് പരിക്കേൽക്കുകയും അദ്ദേഹം ട്രെയിനിങ്ങിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഇതാണ് ഡാനിലോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2 കാലുകൾ കൊണ്ടും പവർഫുൾ ഷോട്ട് ഉതിർക്കാൻ കഴിവുള്ള ഒരു താരമാണ് എൻട്രിക്ക്. അത്തരത്തിലുള്ള ഒരുപാട് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും താരത്തെ അടുത്ത മത്സരത്തിൽ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണ്. മാത്യൂസ് കുഞ്ഞ, ഇഗോർ തിയാഗോ എന്നിവർക്ക് തന്നെയാണ് പ്രയോറിറ്റി. ഒരുപക്ഷെ പകരക്കാരന്റെ വേഷത്തിലൊക്കെ എൻട്രിക്ക് കളിക്കളത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.